ഇപ്പോൾ 5 പേർക്കാണ് പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ 3 പേരും മലയാളികളാണ് എന്ന് പറയുന്ന സമയത്ത് നമുക്കത് അത്രത്തോളം സന്തോഷിക്കാവുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ അത് പറയേണ്ടിയിരിക്കുന്നു. വി.എസ്. അച്യുതാനന്ദന് പുറമെ വി.എസ്. അച്യുതാനന്ദൻ മരണാന്തര ബഹുമതിയായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതിന് പുറമെ ജന്മഭൂമി മുൻ മുഖ്യ പത്രാധിപരായിട്ടുള്ള ശ്രീ പി നാരായണന് പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന് പുറമെ തന്നെയാണ് മൂന്നാമത്തെയാളും കേരളത്തിൽ നിന്ന് തന്നെയുള്ള ജസ്റ്റിസ് KT തോമസിനും ഈ പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് പുറമെ 15 പേർക്ക് പത്മഭൂഷൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച, നമ്മൾ കാണാൻ കൊതിച്ച പേരെന്ന് പറയാൻ സാധിക്കും, അത് മമ്മൂട്ടിയുടെ തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശനുമുണ്ട്. അങ്ങനെ 2 പേർക്ക് പത്മഭൂഷണും 2 പേർക്ക് പത്മശ്രീയും ലഭിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് വളരെയധികം ഒരുപാട് നമുക്ക് സന്തോഷമുണ്ടാകാൻ ഉള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു പേജിലുണ്ട്, ആ ഒരു പുരസ്കാര പ്രഖ്യാപനത്തിലുണ്ട് എന്ന് പറയാൻ സാധിക്കും. പത്മശ്രീയെ സംബന്ധിച്ചാണെങ്കിൽ തന്നെ രോഹിത് ശർമ്മ ഉൾപ്പെടെയുള്ളവരുടെ പേര് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കായിക രംഗത്തായാലും ശരി, ഇന്ത്യയെ സംബന്ധിച്ച് ഈ ട്രോഫി ക്ഷാമം ഉണ്ടായ സമയത്ത് വീണ്ടും ICC ട്രോഫികൾ നമുക്ക് ഒന്നിനു പുറകെ ഒന്നായി കൊണ്ടുവന്ന ഒരു ക്യാപ്റ്റൻ. അദ്ദേഹവും ഇപ്പോഴും വിരാട് കോഹ്ലിക്കൊപ്പം മികച്ച ഫോമിൽ നിൽക്കുന്നു. ICC ODI റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. അങ്ങനെ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചാണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചും അത്രയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പുരസ്കാരത്തിലൂടെ, ഈ പുരസ്കാര പ്രഖ്യാപനത്തിലൂടെ എന്തായാലും ഇപ്പോൾ പറയാൻ സാധിക്കുക. 131 പേർക്കാണ് പത്മശ്രീ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പീപ്പിൾസ് പത്മ എന്നുള്ള പുരസ്കാരം കൂടി, ആ വിഭാഗം കൂടി പ്രഖ്യാപിച്ചത്. 2017 ശേഷമാണ് പീപ്പിൾസ് പത്മ എന്നുള്ള കാര്യം കൂടി കേന്ദ്ര സർക്കാർ പരിഗണിക്കുകയും അത് പ്രഖ്യാപിച്ച് തുടങ്ങുകയും ചെയ്തിരിക്കുന്നത്. അതായത് സമൂഹത്തിൽ താഴെത്തട്ടിലുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രഗത്ഭരെ കൂടി കണ്ടെത്തി അവർക്ക് കൂടി പുരസ്കാരം നൽകുക, അവരിലേക്ക് കൂടി പത്മ പുരസ്കാരങ്ങൾ എത്തിക്കുക എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പീപ്പിൾസ് പത്മ 2017 തൊട്ട് നൽകാൻ തുടങ്ങിയതും. അതിലും ഇത്തവണ ഒരു മലയാളി ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ആകെ മൊത്തത്തിൽ ഈ പീപ്പിൾസ് പത്മ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ 8 പേർക്ക് ഇത്തവണ 2026 പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നു. മലയാളികൾക്ക് 8 പേർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അത്രത്തോളം സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. 3 പേർക്ക് പത്മവിഭൂഷൺ എന്നുള്ള കാര്യം പറയുമ്പോൾ അത് അത്രമേൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ സന്തോഷിക്കാനുള്ള വകുപ്പ് എന്തായാലും ഈ ഒരു പുരസ്കാര പട്ടികയിൽ ഉണ്ടെന്ന് പറയാൻ സാധിക്കും. ശരി, അർജുനാണ് വിവരങ്ങൾ നൽകുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ അവിടെ നിന്നുള്ള, അതായത് മമ്മൂക്ക സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വാങ്ങാനായി തലസ്ഥാനത്തെത്തിയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. വേദിയിലേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നിശാഗന്ധിയിൽ വെച്ചാണ് പുരസ്കാരം വിതരണം ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ ആ പുരസ്കാരം മമ്മൂക്ക ഏറ്റുവാങ്ങുമ്പോൾ, ആ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോഴിതാ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പത്മഭൂഷൺ പുരസ്കാരം കൂടി അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത്.